ഹലോ എവരിവൺ, വെൽക്കം ടു ജയ്ലേൺ. ഞാൻ ശ്രീകുട്ടൻ. സോ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വില്യം ഷേക്സ്പിയറിനെ കുറിച്ചാണ്. സോ വില്യം ഷേക്സ്പിയർ അറിയാമല്ലോ, ദ കിങ് ഓഫ് ഡ്രാമാറ്റിസ് എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ നാടകങ്ങളെ കുറിച്ചുള്ള പൂർണ്ണമായ ഒരു ഡിസ്കഷൻ അല്ല ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്, ജസ്റ്റ് ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ. വില്യം ഷേക്സ്പിയർ എന്ന നാടകൃത്തിനെ കുറിച്ച്, അദ്ദേഹത്തിന്റെ നാടകങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ അദ്ദേഹത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് ആരംഭിക്കാം. സോ ആദ്യം നമ്മൾ ഏതൊരു എഴുത്തുകാരനെ പഠിക്കുമ്പോഴും അദ്ദേഹത്തിനെ കുറിച്ച്, അദ്ദേഹത്തിന്റെ ഒരു ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ്, അദ്ദേഹത്തിന്റെ ബയോഗ്രഫിക്കൽ ഡീറ്റെയിൽസ് നമ്മൾ അറിഞ്ഞിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്, പ്രത്യേകിച്ച് നമ്മൾ നെറ്റ് പോലൊരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ. ഓക്കെ, അപ്പോൾ ഷേക്സ്പിയറിന്റെ കാലഘട്ടം ഒന്ന് പഠിച്ചു തുടങ്ങാം. അപ്പോൾ ഷേക്സ്പിയർ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് നെറ്റ് പരീക്ഷയ്ക്ക് എന്നൊരു ചോദ്യം അങ്ങനെ നിലനിൽക്കുന്നുണ്ട്. കാരണം നമുക്കൊരു കഴിഞ്ഞൊരു 4-5 വർഷമായിട്ടെങ്കിലും അദ്ദേഹത്തിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവുന്നത് കൂടുതൽ ചോദ്യങ്ങൾ അങ്ങനെ വരുന്നില്ല. ഇപ്പൊ എലിസബത്തൻ പീരീഡ് തന്നെ നിങ്ങൾ എടുത്തു നോക്കൂ. നിങ്ങൾ ഒരുപാട് സമയം എടുത്ത് നിങ്ങൾ പഠിച്ചാൽ പോലും ഒരുപാട് ചോദ്യങ്ങൾ വരുന്ന ഒരു ഏരിയ അല്ല എലിസബത്തൻ പീരീഡ്. പ്രത്യേകിച്ച് വില്യം ഷേക്സ്പിയർ ഏതൊരു ഇംഗ്ലീഷ് ലിറ്ററേച്ചർ സ്റ്റുഡന്റിനെ സംബന്ധിച്ചും ജീവിതത്തിലെ ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു ഘടകമാണ് വില്യം ഷേക്സ്പിയർ. നമ്മൾ അത്രത്തോളം ഡീറ്റെയിൽഡ് ആയിട്ടായിരിക്കും അദ്ദേഹത്തെ പഠിക്കുന്നത്. പക്ഷേ പലപ്പോഴും നെറ്റ് പരീക്ഷയ്ക്കൊന്നും ഒരുപാട് ചോദ്യങ്ങൾ വരാറില്ല. അദ്ദേഹത്തിന്റെ നാടകങ്ങളൊക്കെ നമ്മൾ ഒരുപാട്, ഇപ്പൊ 37 നാടകങ്ങളും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാരുണ്ട്. പക്ഷെ പലപ്പോഴും നിരാശയാണ് ഫലം. കാരണം അദ്ദേഹത്തിന്റെ നാടകങ്ങളെ കുറിച്ച് അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് എപ്പോഴും അങ്ങനെ ചോദിക്കാറില്ല. ഓക്കെ, സോ അദ്ദേഹത്തിന്റെ കാലഘട്ടം നമുക്ക് ആദ്യം ഒന്ന് പഠിക്കാം. ഹി ലിവ്ഡ് ഡ്യൂറിംഗ് ദി റെയിൻ ഓഫ് ദ ട്യൂഡർ ക്വീൻ എലിസബത്ത് ഫസ്റ്റ്. സോ എലിസബത്തൻ പീരീഡിലാണ് അദ്ദേഹം ജീവിച്ചെന്നുള്ള കാര്യം അറിയാലോ. എലിസബത്തൻ ഡ്രാമാറ്റിസ്റ്റ് ആണ്. എലിസബത്തൻ പീരീഡ് എന്ന് പറയുന്നത് ആ ഇംഗ്ലീഷ് ചരിത്രത്തിലെ തന്നെ ഒരു ഗോൾഡൻ പീരീഡ് ആണ്. ഗോൾഡൻ ഏജ് ഓഫ് ഡ്രാമ എന്ന് കൂടി അറിയപ്പെടുന്നുണ്ട്. സോ ക്വീൻ എലിസബത്ത് ഫസ്റ്റിന്റെ കാലഘട്ടം അതൊന്ന് പ്രത്യേകം അറിഞ്ഞിരിക്കണം. 1558 to 1603. അപ്പൊ 1603 എന്ന് പറയുമ്പോൾ ആ ഒരു സമയം തൊട്ട് പിന്നെ ജെയിംസ് ഫസ്റ്റ് വരുവാണ്, പിന്നെ അങ്ങോട്ട് ജാക്കോബിയൻ പീരീഡ് ആണ്. സോ ആ കാലഘട്ടം മനസ്സിലാക്കുക. ക്വീൻ എലിസബത്തിനെ കുറിച്ച് 2 വാചകം ഞാനൊന്ന് പറയാം. ലാസ്റ്റ് ട്യൂഡർ മൊണാർക്ക്, 44 വർഷങ്ങളോളം ഭരിച്ചു അവസാനത്തെ ട്യൂഡർ മൊണാർക്ക് ആയിരുന്നു. ആൻഡ് ഹെർ പോപ്പുലാരിറ്റി വെയിൻ ഡ്യൂറിംഗ് ടുവേർഡ്സ് ദ എൻഡ് ഓഫ് ദ റൂൾ. പക്ഷെ ഭരണത്തിന്റെ അവസാന സമയമായപ്പോഴത്തേക്ക് പോപ്പുലാരിറ്റി ഒക്കെ പയ്യെ ഡിക്ലൈൻ ചെയ്യാൻ തുടങ്ങി. പക്ഷെ നല്ലൊരു ആർട്സിനെയൊക്കെ പേട്രണൈസ് ചെയ്തൊരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ കാലഘട്ടത്തിൽ ആർട്സ്, ലിറ്ററേച്ചർ പോലെയുള്ള എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ഫ്ലറിഷ് ചെയ്ത് നമുക്ക് കാണാം. ഒപ്പം റിനൈസൻസിന്റെ സ്വാധീനം ഉണ്ടായിരുന്നു. ഓക്കെ, ഇപ്പൊ ഷേക്സ്പിയറിന്റെ നാടകങ്ങളെ കുറിച്ച് പറയുന്നതിന് മുമ്പ്, നാടകങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ഫോളിയോയെ കുറിച്ച് ഞാൻ പറയാം. അദ്ദേഹത്തിന്റെ നാടകങ്ങളുടെ ഫസ്റ്റ് ഫോളിയോ, അത് വന്ന വർഷം ഒന്ന് ഓർത്തു വെക്കുക. ഇത് പലപ്പോഴും ചോദിച്ചു കണ്ടിട്ടുണ്ട് പല പരീക്ഷകൾക്ക്. 1623 അദ്ദേഹത്തിന്റെ നാടകങ്ങളുടെ ഫസ്റ്റ് ഫോളിയോ. നാടകങ്ങളെല്ലാം ഫോളിയോ ഫോർമാറ്റിൽ വരുന്നത്. അതിന്റെ ടൈറ്റിൽ ഇങ്ങനെയായിരുന്നു ആ ഫോളിയോയുടെ: മിസ്റ്റർ വില്യം ഷേക്സ്പിയേഴ്സ് കോമഡീസ്, ഹിസ്റ്ററീസ് ആൻഡ് ട്രാജഡീസ് എന്നായിരുന്നു ആ ഫസ്റ്റ് ഫോളിയോയുടെ പേര്. അത് കമ്പൈൽ ചെയ്ത ആൾക്കാരുടെ പേര് നമ്മൾ അറിഞ്ഞിരിക്കണം. ജോൺ ഹെമിഞ്ചസ്, ഹെൻറി കോണ്ടൽ, 2 പേരാണ് ഇത് കമ്പൈൽ ചെയ്തത്. ഡെഡിക്കേറ്റഡ് ടു, ഈ ഫോളിയോയുടെ ഡെഡിക്കേഷൻ ആർക്കായിരുന്നു? ടു ദ ഇൻകംപാരബിൾ പെയർ ഓഫ് ബ്രദറൻ. അപ്പൊ അവിടെയുള്ള വരികൾ ഞാൻ അതുപോലെ കോട്ട് ചെയ്തിരിക്കുക. ആർക്കാണ് ഡെഡിക്കേഷൻ എന്നുള്ളത് അതുപോലെ ഞാൻ കോട്ട് ചെയ്തിരിക്കുകയാണ്. ആർക്കൊക്കെയാണ്? ഒന്ന്, വില്യം ഹെർബർട്ട്, ഏൾ ഓഫ് പെംബ്രൂക്ക്, അദ്ദേഹത്തിന്റെ സഹോദരൻ ഫിലിപ്പ് ഹെർബർട്ട്, ഏൾ ഓഫ് മോണ്ടഗമറി. ഇവർ 2 പേർക്കുമായിരുന്നു ഡെഡിക്കേറ്റ് ചെയ്തിരുന്നത് ഫസ്റ്റ് ഫോളിയോ. ഫസ്റ്റ് ഫോളിയോയിൽ അദ്ദേഹം 37 നാടകങ്ങൾ എഴുതിയിട്ടുണ്ടെന്ന് നമുക്കറിയാം. 37 നാടകങ്ങളും ഉണ്ടായിരുന്നു? ഇല്ല എന്നതാണ് ഉത്തരം. ഓൺലി 36 ഇൻക്ലൂഡഡ്. ആദ്യ ഫോളിയോയിൽ 36 ഉള്ളൂ. പെരിക്കിൾസ് ഉണ്ടായിരുന്നില്ല. പെരിക്കിൾസ് നോട്ട് ഇൻക്ലൂഡഡ്. ഓക്കെ, ഇനി അദ്ദേഹത്തിനെ കുറിച്ച് പഠിക്കുന്നതിന് മുമ്പ് തന്നെ എലിസബത്തൻ തിയേറ്ററിനെ കുറിച്ച് അറിയാം. അപ്പൊ എലിസബത്തൻ തിയേറ്ററിന്റെ ഒരു ചെറിയൊരു ചരിത്രം ഞാനൊന്ന് പറയാം. അത്ര ഡീറ്റെയിൽഡ് ആയിട്ടല്ല, ചെറുതായിട്ടൊന്ന് പറയാം, ശ്രദ്ധിച്ചോളൂ. 1576, ഈ വർഷങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. 1576 ജെയിംസ് ബർബേജ് ഹി ഒബ്റ്റെയിൻസ് എ ലീസ് ആൻഡ് പെർമിഷൻ ടു ബിൽഡ് ആൻ ആംഫി തിയേറ്റർ. ഒരു തിയേറ്റർ പണിയാനുള്ള പെർമിഷൻ 1576 ജെയിംസ് ബർബേജ് ഒബ്റ്റെയിൻ ചെയ്യുന്നു. അതിന്റെ പേരാണ്, അപ്പൊ അദ്ദേഹം പണിത് ആംഫി തിയേറ്ററിന്റെ പേരാണ് ദ തിയേറ്റർ. ആ തിയേറ്ററിന്റെ പേര് തന്നെ അതാണ്, ദ തിയേറ്റർ. അപ്പൊ 1576 ജെയിംസ് ബർബേജ് ഒബ്റ്റെയിൻസ് ലീസ് ആൻഡ് പെർമിഷൻ ടു ബിൽഡ് ആൻ ആംഫി തിയേറ്റർ കോൾഡ് ദ തിയേറ്റർ. പിന്നീട് തൊട്ടടുത്ത വർഷം മറ്റൊരു ഓപ്പൺ എയർ ആംഫി തിയേറ്റർ വന്നു. അതിന്റെ പേരാണ് ദ കർട്ടൻ. ഇറ്റ് ഓപ്പൺസ് ഇൻ ഫിൻസ്ബറി ഫീൽഡ്സ്, ഷോർഡിച്ച്, ലണ്ടൻ. അപ്പൊ ലണ്ടനിൽ 2ാമത്തെ ആംഫി തിയേറ്റർ വന്നു, കർട്ടൻ. അപ്പൊ ആദ്യത്തത് ദ തിയേറ്റർ, 2 ദ കർട്ടൻ. അത് തൊട്ടടുത്ത വർഷം തന്നെ വന്നു. പിന്നെ ഒരു 10 വർഷം നമുക്ക് മുമ്പോട്ട് പോവാം. അടുത്ത ഓപ്പൺ എയർ ആംഫി തിയേറ്റർ വന്നു, ദ റോസ് ഓൺ ബാങ്ക് സൈഡ്, സറേ. 3ാമത്തെ തിയേറ്റർ ദ റോസ്. സോ എലിസബത്തൻ തിയേറ്ററിന്റെ ഒരു ചരിത്രമാണ് ഇവിടെ പറയുന്നത്. ആദ്യം ദ തിയേറ്റർ, പിന്നെ കർട്ടൻ, റോസ്. വർഷങ്ങളെല്ലാം ഓർത്ത് വെക്കുക. പിന്നീട് 1593 തിയേറ്റേഴ്സ് അടച്ചുപൂട്ടുകയാണ്. കാരണം ഡ്യൂ ടു ദ ബൾബോണിക് പ്ലേഗ്, ബ്ലാക്ക് ഡെത്ത്. വീണ്ടും ആ പ്ലേഗിന്റെ വരവോടുകൂടി 1593 തിയേറ്റേഴ്സ് അടയ്ക്കുന്നു.
1594 ലോർഡ് ഷെംബർലൈൻസ് കമ്പനി, ഫോർമലി നോൺ ആസ് ലോർഡ് സ്ട്രെയിൻസ് മെൻ, ഇറ്റ് വാസ് ഫോംഡ്. അപ്പൊ അടുത്തൊരു നാടക സംഘത്തെ കുറിച്ചാണ് ഞാൻ ഇവിടെ പറയുന്നത്. ലോർഡ് ഷാംബർലൈൻസ് കമ്പനി അത് രൂപപ്പെടുന്ന 1594 ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 1599 ഗ്ലോബ് തിയേറ്റർ ഇസ് ഓപ്പൺഡ്. വളരെ ഫേമസ് ആണ് ഗ്ലോബ് തിയേറ്റർ, അറിയാലോ. ഗ്ലോബ് തിയേറ്റർ 1599 ഓപ്പൺ ചെയ്യപ്പെടുന്നു. 1603 അതായത് 593 ബൾബോണിക് പ്ലേഗ് കാരണം തിയേറ്റർ അടച്ചത്. അപ്പൊ 1600 വീണ്ടും 10 വർഷം കഴിഞ്ഞ് വീണ്ടും ബ്ലാക്ക് ഡെത്ത്, ആ പ്ലേഗ് സംഭവിക്കുന്നു. എഗെയിൻ റാവേജസ് ലണ്ടൻ, കില്ലിംഗ് 33,000 പീപ്പിൾ. ഏകദേശം ആ ജനസംഖ്യ നല്ലൊരു ശതമാനം ആൾക്കാർ ഇല്ലാതായി ആ പ്ലേഗ് വന്നപ്പോൾ. അപ്പൊ 593 പ്ലേഗ് സംഭവിച്ചു, തിയേറ്റർ അടച്ചു. വീണ്ടും 10 വർഷം കഴിഞ്ഞ് വീണ്ടും അതേ പ്ലേഗ് തരുന്നു, വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാവും. 1613 ജൂൺ 29, ഇത് പണ്ട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, ഗ്ലോബ് തിയേറ്ററിൽ തീ പിടിക്കുന്നു. അപ്പൊ എന്നാണ് ഗ്ലോബ് തിയേറ്ററിൽ തീ പിടിച്ച വർഷവും ഡേറ്റും ഒക്കെ ഓർത്തുക. ജൂൺ 29, 1613. 1642 എല്ലാവർക്കും അറിയാം, പ്യൂരിറ്റൻസിന്റെ സ്വാധീനം ഉയർന്നു വന്ന ഒരു സമയമായിരുന്നു. ഇംഗ്ലീഷ് സിവിൽ വാർ സംഭവിക്കുന്നു. ഇറ്റ് ബ്രേക്സ് ഔട്ട് ബിറ്റ്വീൻ പാർലമെന്റേറിയൻസ് ആൻഡ് റോയലിസ്റ്റ്. അപ്പൊ പാർലമെന്റേറിയൻസും രാജാവിനെ അനുകൂലിക്കുന്ന ആൾക്കാർ റോയലിസ്റ്റുകളും തമ്മിൽ ഒരു സിവിൽ വാർ ഉണ്ടാകുന്നു 1642. അതേ വർഷം തന്നെ പാർലമെന്റ് ഒരു ഓർഡിനൻസ് ഇഷ്യൂ ചെയ്യുന്നു, സപ്രസിംഗ് ഓൾ സ്റ്റേജ് പ്ലേസ്. കാരണം പ്യൂരിറ്റൻസിന്റെ അധികാരം വന്നു തുടങ്ങി ആ സമയപ്പോഴത്തേക്ക്. പ്യൂരിറ്റൻസിന് എന്റർടൈൻമെന്റ്, ആർട്ട് ഫോംസിനോടൊന്നും താല്പര്യമില്ല, മെറിമെന്റ് ഒന്നും അവർക്ക് ഇഷ്ടമല്ല. അങ്ങനെ 1642 പാർലമെന്റ് ഒരു ഓർഡിനൻസ് പാസ്സാക്കുന്നു, എല്ലാ സ്റ്റേജ് പ്ലേസും നാടകങ്ങളും അവർ സപ്രസ് ചെയ്യുന്നു. 1644 ഏപ്രിൽ 15 പ്യൂരിറ്റൻ ലാൻഡ് ഓണർ സർ മാത്യു ബ്രന്റ് ഡെമോളിഷസ് ദ ഗ്ലോബ് തിയേറ്റർ ഇടിച്ചു പൊളിച്ചു കളയുന്നു. 1644 മാത്യു ബ്രന്റ് ഗ്ലോബ് തിയേറ്റർ ഇടിച്ചു പൊളിക്കുന്നു ആൻഡ് ബിൽഡ്സ് ഹൗസസ് ഓൺ ദ സൈറ്റ്. അവിടെ വീടുകൾ നിർമ്മിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ ചരിത്രത്തിന്റെ ബാക്കി ഭാഗങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് വളരെ സുപ്രധാനമായ ഒരു കാര്യം നിങ്ങളെ അറിയിക്കുകയാണ്. ജെയ്ലേൺ നെറ്റ് ക്ലാസ്സസ് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്, ബോത്ത് ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ. സോ ഓഫ്ലൈൻ ക്ലാസ്സുകളെ കുറിച്ച് ഞാൻ ആദ്യം തന്നെ പറയാം. കൊച്ചി ക്യാമ്പസിലാണ്, ജെയ്ലേണിന്റെ കൊച്ചി ക്യാമ്പസിലാണ് ഓഫ്ലൈൻ ക്ലാസ്സസ് ആരംഭിക്കുന്നത്. സോ ഈ വരാൻ പോകുന്ന, ഇപ്പോൾ നമുക്കറിയാം അടുത്ത നെറ്റ് പരീക്ഷ എന്ന് പറയുന്നത് ഡിസംബറിലാണ്. ഡിസംബർ 2024 അടുത്ത എക്സാം വരുന്നത്. അപ്പോൾ ഈ ഒരു നെറ്റ് പരീക്ഷയ്ക്ക് വേണ്ടി ഇനി നമുക്കുള്ളതെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 4-5 മാസമാണ്. ഒരു 4 മാസത്തോളം, ഒരു സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസത്തിൽ എക്സാം എന്ന് നമുക്ക് എഴുതാം. ഒരു 4 മാസമാണ് നമുക്ക് പ്രിപ്പറേഷൻ ഉള്ളത്. സോ ക്ലാസ് റൂം ടീച്ചിങ് പ്രിഫർ ചെയ്യുന്ന, ഓഫ്ലൈൻ സെഷൻസ് പ്രിഫർ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരോടാണ് ഞാൻ ആദ്യം പറയുന്നത്. സോ ഓഫ്ലൈൻ പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി ഓഫ്ലൈൻ ക്ലാസ്സസ് ജെയ്ലേൺ കൊച്ചി ക്യാമ്പസിൽ ആരംഭിച്ചിരിക്കുകയാണ്. സോ എന്തൊക്കെയാണ് ഈ ക്ലാസ്സിന്റെ പ്രത്യേകത എന്ന് പറയാം. അപ്പോൾ ഒരുപാട് കുട്ടികൾ, അതായത് ഈ PG ഒക്കെ കഴിഞ്ഞ് ഒരു 10-12 വർഷം കഴിഞ്ഞ്, അല്ലെങ്കിൽ നല്ലൊരു ഗ്യാപ്പ് എടുത്ത ആൾക്കാർ, അല്ലെങ്കിൽ റെഗുലർ ആയിട്ട് ഒരു കോഴ്സിന് എൻറോൾ ചെയ്ത് പഠിക്കാൻ സാധിക്കാത്ത ആൾക്കാർ, ഇപ്പോൾ വർക്കിംഗ് പ്രൊഫഷണൽസ്, ജോലി ചെയ്യുന്ന ആൾക്കാർ, അതായത് പിന്നീട് വീട്ടമ്മമാർ, അങ്ങനെ ഒരുപാട് കൂട്ടരുണ്ട്. അതായത് റെഗുലർ ആയിട്ട് അവർക്ക് എവിടെയും പോയി പഠിക്കാൻ പറ്റുന്നില്ല. ആഴ്ചയിൽ എല്ലാ ദിവസവും അങ്ങനെ അതിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. പല കാരണങ്ങളോട്, ഞാൻ ഈ പറഞ്ഞ കാരണങ്ങളുണ്ട്. വീട്ടിലിരിക്കുന്നവരാവാം, മീൻസ് വീട്ടു ജോലി ചെയ്യുന്നവരാവാം, പിന്നീട് വർക്കിംഗ് പ്രൊഫഷണൽസ് ആവാം, ഗ്യാപ്പ് വന്നവരാവാം, ഒരു മോട്ടിവേഷന്റെ കുറവ് അനുഭവിക്കുന്ന ആൾക്കാരാവാം. ഇവർക്ക് എല്ലാവർക്കും സൗകര്യപ്രദമാവുന്ന രീതിയിലുള്ള വീക്കെൻഡ് ബാച്ചസ് ആണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ വീക്കെൻഡ് ബാച്ചസ് എന്ന് പറഞ്ഞാൽ അത് മൊത്തത്തിൽ എക്സ്ക്ലൂസീവ്ലി ആ ഒരു വീക്കെൻഡ് ബാച്ചസിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. നിങ്ങളെ ത്രൂ ഔട്ട് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുക, നിങ്ങളൊന്ന് പുഷ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരാൻ മെന്റേഴ്സും ടീച്ചേഴ്സും നിങ്ങളോട് എപ്പോഴും ഉണ്ടാവും. അപ്പോൾ ആ ക്ലാസ് റൂമിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ട്രെയിനിങ് ലഭിക്കുന്നതാണ്. അത് ക്ലാസ് റൂം ടീച്ചിങ് പ്രിഫർ ചെയ്യുന്ന ആൾക്കാരോടാണ് പറയുന്നത്. കൃത്യമായിട്ടുള്ള ക്ലാസ് റൂം ട്രെയിനിങ് നിങ്ങൾക്ക് ലഭിക്കുന്നു. മോർണിംഗ് ടു ഈവനിങ് വരെയുള്ള ക്ലാസ്സസ് ആണ് നിങ്ങൾക്ക് സെഷൻസ് ആയിട്ട് കണ്ടക്ട് ചെയ്യുന്നത്. പിന്നെ ഇതൊരു ഹൈബ്രിഡ് മോഡ് സെഷനാണ്. ഹൈബ്രിഡ് മോഡിലാണ്, അതായത് നിങ്ങൾക്ക് സാറ്റർഡേസ് സൺഡേസ് നിങ്ങൾക്ക് ക്ലാസ്സുകൾ ലഭിക്കുന്നതോടൊപ്പം തന്നെ ജെയ്ലേൺ ആപ്ലിക്കേഷൻ വഴിയുള്ള ഇതുപോലെയുള്ള സ്റ്റുഡിയോ റെക്കോർഡഡ് HD സെഷൻസും HD വീഡിയോ ലെക്ചേഴ്സും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. എക്സ്പേർട്ട് ഫാക്കൽറ്റി നയിക്കുന്ന ക്ലാസ്സസ് ആണ് ഇവിടെ നടക്കുന്നത്. അതോടൊപ്പം കംപ്ലീറ്റ് സ്റ്റഡി മെറ്റീരിയൽസും, നിങ്ങൾ ഓഫ്ലൈൻ ബാച്ചസിലേക്ക് വരികയാണെങ്കിൽ കംപ്ലീറ്റ് സ്റ്റഡി മെറ്റീരിയൽസ് നിങ്ങൾക്ക് പ്രിന്റഡ് ആയിട്ട് കിട്ടുന്നതാണ്. അതോടൊപ്പം റെഗുലർ ടെസ്റ്റുകൾ ഉണ്ടാവും, മോക്ക് ടെസ്റ്റുകൾ ഉണ്ടാവും, പിന്നെ റിവിഷൻസ് ഉണ്ടാവും. അങ്ങനെ എന്താ പറയുക, നിങ്ങൾക്ക് ഒരു ക്ലാസ് റൂം ട്രെയിനിങ്ങിൽ നിന്ന് ലഭിക്കേണ്ട എല്ലാ സൗകര്യങ്ങളും ഇവിടുന്ന് ലഭിക്കുന്നു. സോ കൊച്ചി ക്യാമ്പസിലാണ് ഇത് ആരംഭിക്കുന്നത്. സ്റ്റുഡിയോ റെക്കോർഡഡ് ഹൈ ഡെഫിനിഷൻ ക്ലാസ്സസ്, നിങ്ങൾക്ക് ക്ലാസ് റൂം ട്രെയിനിങ്ങിന് പുറമേ കിട്ടുന്ന കാര്യങ്ങളാണ് പറയുന്നത്. PDF സ്റ്റഡി നോട്ട്സും മെറ്റീരിയൽസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതോടൊപ്പം, അതായത് ക്ലാസ് റൂം ടീച്ചിങ്ങിന് പുറമേ നിങ്ങൾക്ക് ഈ ആപ്പ് വഴിയുള്ള HD വീഡിയോ ലെക്ചേഴ്സും ലൈവ് ക്ലാസ്സസും എക്സ്പീരിയൻസ് ഫാക്കൽറ്റി തന്നെയാണ് ഇവിടെ ക്ലാസ്സസ് നയിക്കുന്നത്. സ്റ്റഡി പ്ലാൻ എങ്ങനെ നിങ്ങൾ, അതായത് നമുക്ക് ഓരോ ആൾക്കാരും ഇവിടെ പഠിക്കാൻ വരുന്ന ഓരോ ആൾക്കാരും പല രീതിയിലായിരിക്കും പ്രിപ്പയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ പല ജോലികൾ ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള സ്റ്റഡി പ്ലാൻ, മെന്റർഷിപ്പ്, 24/7 ടെക്നിക്കൽ സപ്പോർട്ട്, ഇവ എല്ലാം അടങ്ങുന്ന
ഒരു കോഴ്സാണ് ഇവിടെ, ഒരു ഹൈബ്രിഡ് മോഡിലുള്ള ഒരു കോഴ്സാണ് ഇവിടെ നിങ്ങൾക്ക് മുന്നോട്ട് ഞങ്ങൾ വെക്കുന്നത്. സോ ഓൺലൈൻ ആണെങ്കിൽ പറയേണ്ട കാര്യമില്ല, ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് ഓൺലൈൻ ലഭിക്കുന്നത്. സ്റ്റുഡിയോ റെക്കോർഡർ HD ക്ലാസ്സസ്, 24/7 ടെക്നിക്കൽ സപ്പോർട്ട്, എക്സ്പീരിയൻസ് ഫാക്കൽറ്റി, എക്സ്ക്ലൂസീവ് സ്റ്റഡി മെറ്റീരിയൽസ്, അങ്ങനെ തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളോടും കൂടിയാണ് നിങ്ങൾക്ക് ഈ ക്ലാസ്സസ് ലഭിക്കുന്നത്. സോ ഈ ക്ലാസ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി, ഓൺലൈനായാലും ഓഫ്ലൈനായാലും കൂടുതൽ അറിയാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് വിളിച്ച് കോൺടാക്ട് ചെയ്തിരുന്നാൽ മതി. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ സ്ലോട്ട്സ് ബുക്ക് ചെയ്യുക. നെക്സ്റ്റ് നമുക്ക് ആ ചരിത്രം മുന്നോട്ട് കൊണ്ടുപോകാം. 1648 1648 എന്ന് സംഭവിച്ചു. പ്യൂരിറ്റൻസ് ഓർഡേർഡ് ഓൾ പ്ലേ ഹൗസസ് ടു ബി പുൾ ഡൗൺ. നാടകശാലകൾ മുഴുവൻ ഇല്ലാതാക്കാൻ പ്യൂരിറ്റൻസ് തീരുമാനിക്കുന്നു. ഓൾ പ്ലേയേഴ്സ് ടു ബി സീസ്ഡ് ആൻഡ് വിപ്ഡ്. നാടകം കളിക്കുന്ന ആൾക്കാരെ എല്ലാവരും അറസ്റ്റ് ചെയ്യുന്നു. ആൻഡ് എനിവൺ കോട്ട് അറ്റൻഡിങ് എ പ്ലേ ടു ബി ഫൈൻഡ് 5 shillings. അങ്ങനെ ആരെങ്കിലും രഹസ്യമായിട്ട് നാടകം കാണാൻ എങ്ങാനും പോയി കഴിഞ്ഞാൽ അവരെ ഫൈൻ അടിക്കുകയും ചെയ്യും. അങ്ങനെ എല്ലാ രീതിയിലും നാടകങ്ങളെ സപ്രസ് ചെയ്തു. 1649 ആയപ്പോൾ ദ ഇംഗ്ലീഷ് സിവിൽ വാർ ഫൈനലി ലീഡ്സ് ടു ദ ടെറിബിൾ എക്സിക്യൂഷൻ ഓഫ് ചാൾസ് ഫസ്റ്റ്. അറിയാലോ 1649 ചാൾസ് ഫസ്റ്റ് ഗോട്ട് എക്സിക്യൂട്ടഡ്. പിന്നീട് ഒരു 11 വർഷം കഴിഞ്ഞാണ് റെസ്റ്റോറേഷൻ സംഭവിക്കുന്നത്. 1660 റെസ്റ്റോറേഷൻ ഓഫ് ദ മൊണാർക്കി ഹാപ്പൻസ്. പ്യൂരിറ്റൻ റൂൾ അവസാനിക്കുന്നു. തിയേറ്റേഴ്സ് വീണ്ടും ഓപ്പൺ ചെയ്യപ്പെടും. 1642 തിയേറ്റേഴ്സ് അവസാനിച്ചു, അടച്ചു. 60 ആയപ്പോൾ വീണ്ടും ആരംഭിക്കുന്നു. ഇനി നമുക്ക് ഷേക്സ്പിയറിന്റെ ജീവിതത്തെക്കുറിച്ച് ജസ്റ്റ് കുറച്ച് ബയോഗ്രഫിക്കൽ ഡീറ്റെയിൽസ് ഞാൻ പറയാം. വില്യം ഷേക്സ്പിയർ ജനിച്ചത് ജോൺ ആൻഡ് മേരി ആർഡൻ ഷേക്സ്പിയറിന്റെ മകനായിട്ടാണ്. എവിടെയാണ്? സ്ട്രാറ്റ്ഫോർഡ് അപ്പോൺ ഏവണിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ഓക്കെ, നിങ്ങൾ എന്താ പറയുക, ഡിഗ്രി ക്ലാസ്സോട് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് ഞാനിപ്പോൾ ജസ്റ്റ് പറയുന്നത്. വില്യം ഷേക്സ്പിയറിന്റെ ബർത്ത്ഡേ നമുക്ക് അറിയാലോ, 23rd April, ലോക പുസ്തക ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്ന ഈ ദിവസമാണ് 1564. 3 days before his baptism was entered in the parish register of the Holy Trinity Church on 26th April. അപ്പോൾ നമ്മൾ എങ്ങനെ ആ ഡേറ്റിലേക്ക് എത്തി 23 April എന്നുള്ള? കാരണം അന്നൊക്കെ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ 3-ാം ദിവസം ബാപ്റ്റൈസ് ചെയ്യും. അപ്പൊ അങ്ങനെയെങ്കിൽ 26-ാം തീയതി അവിടുത്തെ പാരിഷ് രജിസ്റ്ററിൽ, പള്ളിയിലെ പാരിഷ് രജിസ്റ്ററിൽ വില്യം ഷേക്സ്പിയറിന്റെ പേര് അതുകൊണ്ട് ബാപ്റ്റൈസ് ചെയ്യപ്പെട്ടതായിട്ട് പേരുണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ ആ 23rd എന്ന് പറയുന്ന ഡേറ്റിലേക്ക് നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല അതിന് ചില പേഴ്സണൽ സെന്റിമെന്റൽ റീസൺസ് കൂടെ ഉണ്ട്. ഷേക്സ്പിയർ മൈറ്റ് ഹാവ് ബീൻ ബോൺ എ ഡേ ഓർ 2 earlier. ഒരു പക്ഷേ 1-2 ദിവസം മുമ്പായിരിക്കാം ജനിച്ചിട്ടുണ്ടാവുക. ബട്ട് ദ ഡേ 23rd April അപ്പീൽസ് ടു സെന്റിമെന്റ്സ് ബിക്കോസ് ആ 23rd April ചില സെന്റിമെന്റ്സ് ഉണ്ട്, ആ ഡേറ്റിനോടൊരു സെന്റിമെന്റ്സ് ഉണ്ട്. കാരണം ഈ 23rd April എന്ന് പറയുന്നത് ദിസ് ഇസ് ദ ഫീസ്റ്റ് ഓഫ് സെയിന്റ് ജോർജ്. ഇംഗ്ലണ്ടിന്റെ പേട്രനായ സെയിന്റ് ജോർജിന്റെ ഫീസ്റ്റ് ഡേ ആണ്. അതോടൊപ്പം 23rd April അദ്ദേഹം മരിച്ചത്. സോ ആ 23rd April നമുക്കൊരു ഫിക്സേഷൻ ഉണ്ട്. ദ 7 years, പിന്നെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു 7 വർഷമുണ്ട്. അതായത് 1585 തൊട്ട് 92 വരെ അദ്ദേഹം എന്ത് ചെയ്തു നമുക്കറിയില്ല. സോ ഈ 7 വർഷങ്ങളെ ലോസ്റ്റ് ഇയേഴ്സ് എന്നാണ് വിളിക്കുന്നത്, ലോസ്റ്റ് ഇയേഴ്സ്. ഇൻ 1592 വി ഹാവ് ദ ഫസ്റ്റ് ക്ലിയർ റെഫറൻസ് ടു ഷേക്സ്പിയർ ആസ് ആൻ ആക്ടർ, പ്ലേ റൈറ്റ്. ഷേക്സ്പിയർ എന്ന നാടകൃത്തിനെ കുറിച്ച്, ഷേക്സ്പിയർ എന്ന അഭിനേതാവിനെ കുറിച്ചുള്ള ആദ്യ റെഫറൻസ്, അതിന്റെ ഒരു തെളിവ് നമുക്ക് ലഭിക്കുന്ന 1592 ഏതാണ് ആ തെളിവ്? അത് നമുക്ക് നോക്കാം. റോബർട്ട് ഗ്രീൻ, അദ്ദേഹത്തിന്റെ ഒരു ട്രാക്ട് ഉണ്ട്, പ്രോസ് ട്രാക്ട് ആണ്, എ ഗ്രോഡ്സ് വർത്ത് ഓഫ് വിച്ച്, 1592 എഴുതപ്പെട്ടത്. അതിൽ അദ്ദേഹം ഷേക്സ്പിയറിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഹി മേക്സ് എ ഫേമസ് അറ്റാക്ക് ഓൺ ഷേക്സ്പിയർ. ഷേക്സ്പിയറിന്റെ നോൺ ഡ്രാമാറ്റിക് പോയട്രി. അപ്പൊ ഷേക്സ്പിയർ ആസ് എ ഡ്രാമാറ്റിസ്റ്റ് ആണ് നമ്മൾ കൂടുതൽ നോക്കാറുള്ളത്. ബട്ട് ഈസ് ഓൾസോ കോൾഡ് ആസ് ദ പ്രിൻസ് ഓഫ് പോയറ്റ്സ്. അദ്ദേഹത്തിന്റെ പോയട്രിയിലേക്ക് നമുക്ക് കിടക്കാം. അദ്ദേഹത്തിന്റെ 2 ലോങ് പോംസ് അറിയാലോ, വീനസ് ആൻഡ് അഡോണ ഇൻ 1593, ദെൻ റേപ്പ് ഓഫ് ദ ലുക്രസ് ഇൻ 1594. 2 ലോങ് പോംസ് ആണ്. ഇത് രണ്ടും ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന ആർക്കാണ്? ടു ദ ഏൾ ഓഫ് സതാംപ്ടൺ, പ്രോബബ്ലി സീക്കിംഗ് ഹിസ് പേട്രണേജ്. അപ്പൊ ഏൾ ഓഫ് സതാംപ്ടൺ ആണ് ഇത് രണ്ടും ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ അദ്ദേഹത്തിന് ചില മൈനർ നോൺ ഡ്രാമാറ്റിക് പോംസ് ആണ്, വിച്ച് ആർ ഓഫ് ഡൗട്ട്ഫുൾ ഓതർഷിപ്പ്. ഇത് ഷേക്സ്പിയർ തന്നെയാണോ എന്ന് നമുക്ക് ഇപ്പോഴും സംശയമുള്ള ചില കവിതകളുണ്ട്. ചിലരൊക്കെ പറയുന്നത് അദ്ദേഹത്തിൻ്റെതാണെന്ന്. ലാസ്റ്റ് കംപ്ലൈന്റ് എന്ന് പറയുന്ന ഒരു കവിതയുണ്ട്. അതോടൊപ്പം ഫീനിക്സ് ആൻഡ് ദ ടേർട്ടിൽ എന്ന് പറയുന്ന മറ്റൊരു കവിതയുണ്ട്. ഇത് രണ്ടും ഇത് ഷേക്സ്പിയറിൻ്റെതാണെന്ന് നമ്മൾ സംശയിക്കുന്നു. അതുപോലെ തന്നെ ദ പാഷനേറ്റ് പിൽഗ്രിം എന്ന് പറയുന്ന ഒരു ആന്തോളജി ഉണ്ട്, 20 കവിതകളുടെ, ആന്തോളജി ഓഫ് 20 പോംസ്, 20 കവിതകളുടെ ഒരു ആന്തോളജിയാണ്. അത് എഡിറ്റ് ചെയ്തത് വില്യം ജഗാർഡ് ആണ്. എഡിറ്റ് ചെയ്ത വ്യക്തി ഹി ആട്രിബ്യൂട്ട്സ് ഇറ്റ് ടു എ പേഴ്സൺ കോൾഡ് W. ഷേക്സ്പിയർ. ഈ W. ഷേക്സ്പിയർ നമ്മുടെ വില്യം ഷേക്സ്പിയർ ആണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെതാണ് ഇതെന്ന് നമ്മൾ സംശയിക്കുന്നു. 1598 ഫ്രാൻസിസ് മിയേഴ്സ് അദ്ദേഹത്തിന്റെ ഒരു വർക്ക് ഉണ്ട്. ആ വർക്കിന്റെ പേര് പെലാഡിസ് ടാമിയ ഓർ വിറ്റ്സ് ട്രഷറി എന്നാണ്. ഇതിൽ ഫ്രാൻസിസ് മിയേഴ്സ് ഹി പ്രൈസസ് ദ സോണറ്റ്സ് ഓഫ് ഷേക്സ്പിയർ. എങ്ങനെയാണ് പ്രൈസ് ചെയ്യുന്നത് നോക്കിയേ. പ്രൈസസ് ദ ഷുഗേർഡ് സോണറ്റ്സ്. അദ്ദേഹം സോണറ്റ്സിനെ വിളിച്ചു കേട്ടില്ലേ, ഷുഗേർഡ് സോണറ്റ്സ്. ഫസ്റ്റ് പബ്ലിക്കേഷൻ ഓഫ് സോണറ്റ്സ്, സോണറ്റ്സിന്റെ ഫസ്റ്റ് പബ്ലിക്കേഷൻ സംഭവിക്കുന്നത് 1609 ഫസ്റ്റ് പബ്ലിഷ്ഡ് ഇൻ ക്വാർട്ടോ ഫോർമാറ്റ്, നാടകങ്ങൾ ഫോളിയോ ഫോർമാറ്റ്.
സോണറ്റ്സ് 1609 ക്വാർട്ടോ ഫോർമാറ്റ്, ഇതാണ് ആദ്യം പബ്ലിഷ് ചെയ്യപ്പെട്ടത്. അത് പബ്ലിഷ് ചെയ്ത ആരാണ്? തോമസ് തോർപ്പ്, പ്രോബബ്ലി വിത്തൗട്ട് ദ ഓതേഴ്സ് നോളജ്. അപ്പൊ തോമസ് തോർപ്പാണ് 1609 ക്വാർട്ടോ ഫോർമാറ്റിൽ സോണറ്റ്സ് പബ്ലിഷ് ചെയ്യുന്നത്. ദ ക്വാർട്ടോ എഡിഷൻ ഹാസ് എ മിസ്റ്റീരിയസ് ഡെഡിക്കേഷൻ. ഈ ക്വാർട്ടോ എഡിഷനും ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന ആർക്കാന്ന് നോക്കാം. ഇറ്റ് ഹാസ് എ ഡെഡിക്കേഷൻ ഫ്രം ദ പബ്ലിഷർ ടു, ഇത് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഒരു WH-നാണ്, ടു WH ആസ് ദ ഓൺലി ബിഗറ്റർ ഓഫ് ദിസ് പോംസ്. ഒരു WH-നാണ് ഇത് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. സോ വെൻ ദ തിയേറ്റേഴ്സ് ഓപ്പൺഡ് ഇൻ 1594, ഇപ്പൊ പ്ലേഗിന്റെ പ്രശ്നങ്ങൾ കഴിഞ്ഞ് 1594 തിയേറ്റർ തുറന്നപ്പോൾ ദ കമ്പനി ഓഫ് ആക്ടേഴ്സ്, ലോർഡ് ഷെംബർലൈൻസ് മെൻ എന്ന് പറയുന്ന നാടക സംഘം ആരംഭിക്കുന്നു. ആരാണ് തുടങ്ങുന്നത്? അണ്ടർ ദ പേട്രണേജ് ഓഫ് ഹെൻറി കാരിയുടെ പേട്രണേജിലാണ് അത് ആരംഭിക്കുന്നത്. ഹെൻറി കാരി ആയിരുന്നു ലോർഡ് ഷെംബർലൈൻ. ആ നാടക സംഘത്തിലെ ലീഡിംഗ് ആക്ടർ ആയിരുന്നു റിച്ചാർഡ് ബർബിച്ച്. ഷേക്സ്പിയറും മൈനർ ആയിട്ടുള്ള ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്തിരുന്നു. ഷേക്സ്പിയർ റിമെയിൻ വിത്ത് ദിസ് കമ്പനി ഫോർ ദ റെസ്റ്റ് ഓഫ് ഹിസ് കരിയർ. അപ്പൊ പിന്നീട് അങ്ങോട്ടുള്ള കാലം അദ്ദേഹം ഈ കമ്പനിക്കൊപ്പമാണ് പ്രവർത്തിച്ചത്. ആഫ്റ്റർ ദ അസെൻഷൻ ഓഫ് കിങ് ജെയിംസ് ഫസ്റ്റ്, അപ്പൊ 1603 കിങ് ജെയിംസ് ഫസ്റ്റ് സിംഹാസനത്തിലേക്ക് വന്നതിന് ശേഷം കമ്പനിയുടെ പേര് മാറ്റി. ലോർഡ് ഷെംബർലൈൻസ് മെൻ പിന്നീട് കിങ്സ് മെൻ എന്നറിയപ്പെടാൻ. കിങ്സ് മെൻ. ഓക്കെ, ഇനി ഷേക്സ്പിയറിന്റെ വർക്ക്സ് ജസ്റ്റ് ഞാനൊന്ന് സമ്മറൈസ് ചെയ്ത് പറയാം. 37 നാടകങ്ങൾ, അറിയാലോ 37. ലാസ്റ്റ് പ്ലേ ടെമ്പസ്റ്റ് ആണ്. റീസെന്റ് മറ്റൊരു നാടകമുണ്ട്, അതിന്റെ പേര് ദ ഡബിൾ ഫോൾസ്ഹുഡ് എന്നാണ്. ഇറ്റ് ഇസ് ഓൾസോ ആഡഡ് ടു ദ, ഇതും ഷേക്സ്പിയറിൻ്റെതാണെന്ന് പറയപ്പെടുന്നു. പിന്നെ അദ്ദേഹത്തിന്റെ 2 ലോങ് പോംസ് ഏതാണെന്ന് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അതിന് പുറമെ 154 സോണറ്റ്സ്, അറിയാലോ, 1 തൊട്ട് 126 വരെ, പിന്നീട് 127 തൊട്ട് 152 വരെ, പിന്നെ 53ഉം 54, നമുക്ക് ഇങ്ങനെ ഡിവൈഡ് ചെയ്യാം. ഓക്കെ, 1 തൊട്ട് 126 നമ്മൾ ഫെയർ യൂത്ത് സീക്വൻസ് എന്നാണ് വിളിക്കുന്നത്. 27 to 52 നമ്മൾ ഡാർക്ക് ലേഡി എന്ന് വിളിക്കും. 53, 54 ശരിക്കും 54 വരെയും നമ്മൾ ഡാർക്ക് ലേഡി എന്ന് പറയാറുണ്ട്. പക്ഷേ 53, 54ഉം കുറച്ചുകൂടെ സ്പെസിഫിക് ആവണമെങ്കിൽ ക്യൂപ്പിഡിനെ ബേസ് ചെയ്താണ്. ഓക്കെ, ക്യൂപ്പിഡിനെ ബേസ് ചെയ്താണ്. സോ ഇങ്ങനെ നമുക്ക് ഡിവൈഡ് ചെയ്യാം അദ്ദേഹത്തിന്റെ സോണറ്റ്സ്. ഓക്കെ, സോ ഇതോടുകൂടി ഷേക്സ്പിയറുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ, അതായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്. അതിന്റെ ഡിസ്കഷൻ ആയിരുന്നു ഞാൻ ഇവിടെ നടത്തിയത്. സോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഞാൻ വീണ്ടും നിങ്ങൾ ഓർപ്പിക്കുകയാണ്, ജെയ്ലേൺ നെറ്റ് ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ബാച്ചസ് ആരംഭിച്ചിരിക്കുകയാണ്. ഓൺലൈൻ ക്ലാസ്സുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് ഇതുപോലെയുള്ള സ്റ്റുഡിയോ റെക്കോർഡഡ് HD സെഷൻസ് ആണ്, HD വീഡിയോ ലെക്ചേഴ്സ്. അതോടൊപ്പം 24/7 അസിസ്റ്റൻസ്, മെന്റർഷിപ്പ്, പേഴ്സണൽ മെന്റർഷിപ്പ്, സ്റ്റഡി മെറ്റീരിയൽസ്, മോക്ക് ടെസ്റ്റ്, റിവിഷൻസ്. അങ്ങനെ ഇതൊക്കെയാണ് നമ്മുടെ കോഴ്സിന്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഓഫ്ലൈൻ ആയിട്ട് തയ്യാറെടുക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഞങ്ങളുടെ കൊച്ചി ക്യാമ്പസിൽ ഓൾറെഡി നെറ്റിന്റെ ബാച്ചസ് ആരംഭിച്ചിരിക്കുന്നു. നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയോ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നോ ആരോ ആയിക്കോട്ടെ, നിങ്ങൾക്ക് എല്ലാവർക്കും അവൈൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്ലാസ് റൂം ടീച്ചിങ് മെത്തേഡ്സ് ആണ് ഞങ്ങൾ ഇവിടെ ഫോളോ ചെയ്യുന്നത്. അത്തരത്തിലൊരു ടൈം സ്കെഡ്യൂളുമാണ് ഇവിടെ ഞങ്ങൾ ഫോളോ ചെയ്തിരിക്കുന്നത്. സോ ലിമിറ്റഡ് സീറ്റ്സേ ഉള്ളൂ. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ സ്ലോട്ട്സ് ബുക്ക് ചെയ്യാൻ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതോടൊപ്പം നെറ്റ് ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങൾ, നിങ്ങൾക്ക് ഒരു ലെക്ചർ വേണമെന്ന് തോന്നുന്ന ഏരിയകൾ, പ്രധാനപ്പെട്ടതെന്ന് നിങ്ങൾക്ക് തോന്നുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് സംശയമുള്ള ഭാഗങ്ങൾ ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. അത് നിങ്ങൾക്ക് ക്ലാസ്സുകളായിട്ട് ഫ്രീ കണ്ടന്റ് ആയിട്ട് നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ എത്തിക്കുന്നതായിരിക്കും. സോ വീണ്ടും നമുക്ക് കാണാം. താങ്ക് യു. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.